കോൺഗ്രസിനെ തകർത്ത് ഈ രാജ്യത്ത് മെല്ലെ മെല്ലെ അധികാരം പിടിക്കാനുള്ള ഒരു യാത്രയിലായിരുന്നു AAPയും കെജ്രിവാളും. പക്ഷെ തകർന്നു തുടങ്ങിയ AAPക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇപ്പോൾ ഒരു ഭരണം കൂടി അവർക്ക് നഷ്ടമാവുകയാണ്. അതായത് മർമ്മപ്രധാനമായ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണവും AAPക്ക് അങ്ങനെ നഷ്ടമാകുന്നു. രാജ്യ തലസ്ഥാനത്ത് BJP ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകൾ അങ്ങനെ തെളിയുന്നു. കേന്ദ്രത്തിന് പുറമെ ദില്ലി സംസ്ഥാനത്തും വിജയിച്ച BJP ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യ തലസ്ഥാനത്തെ മുനിസിപ്പൽ കോർപ്പറേഷനും പിടിച്ചെടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം 3 AAP കൗൺസിലർമാർ മറുകണ്ഠം ചാടിയതോടെയാണ് BJPക്ക് വലിയ നേട്ടമുണ്ടായിരിക്കുന്നത്. അതോടെ 3 കൗൺസിലർമാർ BJPയിലേക്ക് വന്നതോടെ 250 അംഗ MCDയിൽ AAPക്ക് 114 സീറ്റുകളും BJPക്ക് 116 സീറ്റുകളുമായി ഉയർന്നിരിക്കുന്നു. കോൺഗ്രസിന് 8 സീറ്റുകൾ മാത്രമാണുള്ളത്. ആൻഡ്രൂസ് ഗഞ്ചിൽ നിന്നുള്ള അനിത ബസോയ, ഹരിനഗറിൽ നിന്നുള്ള നിഖിൽ ചപ്രാന, RK പുരം വാർഡിൽ നിന്നുള്ള ധർമ്മവീർ സിംഗ് എന്നിവരാണ് ആം ആദ്മി പാർട്ടി വിട്ട് BJPയിൽ ചേർന്ന കൗൺസിലർമാർ. ഡൽഹിയിൽ ട്രിപ്പിൾ എഞ്ചിൻ ഭരണം ഉടനുണ്ടാകുമെന്ന് ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര ചച്ദേവ പറയുകയും ചെയ്തിരിക്കുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 3 പാർട്ടികളിൽ നിന്നുമുള്ള 22 കൗൺസിലർമാരിൽ 11 പേരാണ് MLA ആയി വിജയിച്ചിരിക്കുന്നത്. അതിൽ BJP കൗൺസിലർമാർ 8 സീറ്റുകളും AAP 3 സീറ്റുകളും നേടിയിട്ടുണ്ട്. MP-ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട കമൽജിത്ത് സെഹ്റാവത്ത് ഉൾപ്പെടെ 12 ഒഴിവുകളാണ് MCDയിൽ നിലവിൽ ഉള്ളത്. ജനുവരി 28-ാം തീയതി AAP കൗൺസിലർ BJPയിലേക്ക് കൂറുമാറിയതോടെയാണ് ഡൽഹിയിലെ പ്രാദേശിക രാഷ്ട്രീയ രംഗം ഒന്നാകെ മാറിയിരിക്കുന്നത്. ഇതോടെ പാർട്ടിയുടെ അംഗബലം 113 മാറിയിരുന്നു അന്ന്. ഇതിന് പിന്നാലെ ഉണ്ടായ പുതിയ സംഭവ വികാസത്തിൽ 3 അംഗങ്ങൾ കൂടി വന്നതോടെ BJPയുടെ അംഗബലം 116 ഉയർന്നിരിക്കുന്നു. അവിടെ AAPക്കുള്ളത് 114 എന്നോർക്കണം. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നിയമപ്രകാരം മേയർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമില്ല എന്നാണ് ഉദ്യോഗസ്ഥർ നിയമപ്രകാരം പറയുന്നത്. ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സ്ഥാനങ്ങൾ നികത്തപ്പെടാതെ തന്നെ തുടർന്നാൽ മേയർ സ്ഥാനം BJPക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നത്. വർഷം തോറും ഏപ്രിലിൽ നടക്കുന്ന പുതിയ സെഷന്റെ ആദ്യ മീറ്റിംഗിൽ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാറാണ് പതിവ്. ഈ വർഷം തസ്തികയ്ക്ക് സംവരണ മാനദണ്ഡങ്ങളൊന്നും ബാധകമല്ല. ഇവിടെയും BJP അധികാരത്തിൽ വന്നാൽ രാജ്യ തലസ്ഥാനം ഒന്നാകെ BJPയുടെ കയ്യിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. AAP ഉൾപ്പെടെ വല്ലാതെ ആശങ്കയിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തുള്ളത്. ഫെബ്രുവരി ആദ്യവാരം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2 വട്ടം അധികാരത്തിലിരുന്ന AAPയെ മലർത്തിയടിച്ചുകൊണ്ടാണ് BJP ഡൽഹിയിൽ ഭരണം പിടിച്ചെടുത്തത്. കോൺഗ്രസിനും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദില്ലിയിൽ ആകെയുള്ള 70 സീറ്റിൽ 40 എണ്ണവും നേടിയായിരുന്നു അവരുടെ മുന്നേറ്റം. 27 വർഷത്തിന് ശേഷമാണ് BJP ദില്ലിയിൽ അധികാരം നേടുന്നത്. കേന്ദ്രത്തിലും നിയമസഭയിലും ഇപ്പോഴിതാ മുനിസിപ്പൽ കോർപ്പറേഷനിലും മുന്നേറ്റം തുടർന്നതോടെ BJPയുടെ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ മോഹത്തിലേക്ക് ദില്ലി അടുക്കുകയാണ്. ഇത് രാജ്യ തലസ്ഥാനം തന്നെ BJP എന്ന വർഗീയ കക്ഷിയുടെ കൈകളിലേക്ക് വരുന്നതോടുകൂടി രാജ്യത്ത് മതേതരത്വത്തിന്റെ അവസ്ഥ പരിതാപകരമായി പോകുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ തന്നെ വിലയിരുത്തുന്നത്.